ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആലപ്പുഴ പോയതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ തന്നെ ഒരു 7:45 ആയപ്പോൾ ഞങ്ങൾ ഈ തണുപ്പത്ത് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? ഞങ്ങൾ പോകുന്നത് തണ്ണീർമുക്കം ബണ്ട് കാണാൻ വേണ്ടിയിട്ടാണ്. മുഹമ്മേന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ തണ്ണീർമുക്കത്തേക്ക്. അങ്ങനെ നമ്മൾ തണ്ണീർമുക്കത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാലത്തിൻ്റെ 2 സൈഡിലായിട്ട് വേമ്പനാട്ട് കായലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ചും രാവിലെയും വൈകിട്ടൊക്കെ ആയിട്ട് വരുമ്പോഴാണ് ഇവിടുത്തെ ഭംഗി കൂടുതലായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. ഈ ഒരു തണുപ്പത്ത് നല്ല മഞ്ഞൊക്കെ ആയിട്ട് അവിടെ നല്ല ഭംഗിയാണ് ദൂരെ വരെ കാണാൻ വേണ്ടിയിട്ട്. ഏഷ്യ തന്നെ ഏറ്റവും വലിയ മഡ് റെഗുലേറ്ററാണ് ഈ ഒരു തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തത് 1958-ലും ഇത് നിർമ്മിച്ചു കഴിഞ്ഞത് 1974-ലുമാണ്. കുറച്ച് ദൂരം പോയപ്പോൾ ഞങ്ങൾ അവിടെ സൈഡിലായിട്ട് നിർത്തി, അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ സൈഡിലേക്കായിട്ട് വന്ന് നിന്നു കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ വേമ്പനാട്ട് കായൽ നല്ല അടിപൊളിയായിട്ട് കാണാനുണ്ടായിരുന്നു. അതേപോലെ ഈ പാലും നല്ല ഭംഗിയിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ദൂരെയായിട്ടൊരു വെള്ളത്തിലൊരാൾ ഇങ്ങനെ തുഴഞ്ഞു വരുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഈ ഒരു പകൽ സമയത്ത് ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. നല്ല മഞ്ഞൊക്കെ ആയിട്ട് ദൂരെ വരെ നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇതേ കണ്ടില്ലേ, എന്ത് രസമാണ്. തീരെ വെയിലൊന്നും അധികമില്ല, നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാലത്തിന് ഏകദേശം 1.5 കിലോമീറ്ററോളം നീളമുണ്ട് കേട്ടോ. വേമ്പനാട്ട് കായലിൻ്റെ കുറുകെ ഈ ആലപ്പുഴ ജില്ലയിലെ തണ്ണീർമുക്കം, അതേപോലെ കോട്ടയം ജില്ലയിലെ വെച്ചൂരിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ ഒരു തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം നിന്നപ്പോഴേക്കും ആ വഞ്ചിയിലുള്ള ആൾക്കാർ ഇതേ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലൂടെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് അവന്തിക നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം അത് നോക്കി നിന്നു. ഈ ഒരു ബണ്ട് മെയിനായിട്ട് നിർമ്മിക്കാൻ കാരണം കുട്ടനാട്ടിലെ കൃഷീനെ ഉപ്പുവെള്ളത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ ഷട്ടറുകളാട്ടോ ഉള്ളത്. ഈ ഒരു ഷട്ടറുകൾ വേനൽ സമയത്ത് അടച്ചിടും, പിന്നെ മഴക്കാലമാകുമ്പോൾ ഇത് തുറന്നിടുകയും ചെയ്യും കേട്ടോ. ഈ ഒരു വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തുറന്നു വിടുന്നത്. ഈ ബണ്ടിൽ ഏകദേശം 90 ഷട്ടറുകളാണ് ഉള്ളത്. അതേപോലെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു വശത്ത് നല്ല തെളിഞ്ഞ ഉപ്പുവെള്ളം, മറുവശത്ത് ചെളി കലങ്ങിയ ശുദ്ധജലമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിപ്പോൾ ഇവിടെ എന്താ പറയുക നടക്കുന്നത്, ഇവർ 3 പേരും കൂടെ തുപ്പിയിട്ട് തുപ്പൽ കൂടിയ മീനിനെ തരികയാണ്. അപ്പോൾ ഇവർ തുപ്പുന്നതനുസരിച്ച് മീൻ വന്നിട്ട് അത് കൊത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ വേറെ ഫുഡൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് തുപ്പലൊക്കെ കൊടുത്ത് മീനിന് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്നു കേട്ടോ. അങ്ങനെ നിന്നപ്പോഴാണ് അവിടെ സൈഡിലായിട്ടൊരു ബദാമിൻ്റെ മരമാണെന്ന് തോന്നുന്നു. അതിൻ്റെ മുകളിൽ നല്ല ഭംഗിയിൽ കുപ്പിയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. മഞ്ഞിൻ്റെ ആ ഒരു ഇതിൽ അവിടെ കുപ്പിയൊക്കെ തൂക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കൂടെ ഞങ്ങൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുക. അച്ഛനും മക്കളും ഇതേപോലെ മീനിനെ തരിക കേട്ടോ, അവിടെ മീനുണ്ടോയെന്ന്. അപ്പോഴാണ് ഒരു മരം കണ്ടത്. എന്ത് ഭംഗിയായിരുന്നു എന്നറിയാം കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു പച്ചപ്പിൻ്റെ ഇടയിൽ ഇതാ ഈ ഒരു ഫേണ് നിറയെ പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു ഈ മരത്തിൻ്റെ മുകളിൽ. അപ്പം അതേ അവിടെ ചുറ്റും ഉള്ള 2 മരത്തിൻ്റെ മുകളിൽ ഇതേപോലെ കേട്ടോ. അത് വേറെ കളറും മരം വേറെ കളറും. അപ്പോൾ അതേ നമ്മൾ നേരത്തെ പറഞ്ഞ തോണിക്കാരില്ലേ, അവരിവിടെ സൈഡിലായിട്ട് നിർത്തിയിട്ട്. അപ്പോൾ എന്തോ ഇവിടെ എടുക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സൂം ചെയ്ത് ഞാൻ നോക്കുമായിരുന്നു. അപ്പോൾ എന്താ പറയുക, നങ്കായിരുന്നു അത്. നങ്കിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അവരത് പൊട്ടിച്ച് അതിനെടുത്തിട്ട് വേറെ ഒരു വലയിലേക്ക് ഇടുകയാണ്. അപ്പോൾ ജീവനുള്ള നങ്ക കേട്ടോ അത്. ഞങ്ങൾ കുറച്ച് നേരം അത് നോക്കി നിൽക്കുകയാണ്, അതിനെ പിടിക്കുന്നത്. നല്ല കുറച്ച് വലുപ്പമുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ കഴിച്ചിട്ടില്ല. നമ്മൾ അവിടേക്ക് നങ്കെന്നൊന്നല്ല പറയാം, മാന്തൾ എന്നാണ്. പക്ഷെ അത് ഇങ്ങനെയല്ല കാണാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടെ മെലിഞ്ഞിട്ടാണ്. ഇത് കുറച്ച് പരന്ന പോലെയല്ലേ ഇത് കാണാൻ. അപ്പം ഞങ്ങളെല്ലാവരും അത് നോക്കിക്കൊണ്ട് നിന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അപ്പുറത്തെ സൈഡിലേക്ക് പോകും. അപ്പോൾ ആരിഷിയാണ് ഈ ക്യാമറാമാൻ. ക്യാമറയൊക്കെ എടുത്തിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണ്. അപ്പോൾ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക്. അങ്ങനെ ഈ അപ്പുറത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അപ്പുറത്തെ സൈഡ് വന്ന് നിൽക്കുകയാണ്. അവിടെ അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ കുറേ ഈ ഒരു ചീനവലകൾ കാണുന്നുണ്ടായിരുന്നു അവിടെ ദൂരെയായിട്ട് കേട്ടോ. പിന്നെ ഒരു സൈഡിലായിട്ട് ഒരു പയ്യൻ കുറച്ച് നേരമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ചൂണ്ടയിടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ അതേ ചൂണ്ട ഇതിൽ കരിമീൻ കൊളുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറയണം 6:30 ആയപ്പോൾ വന്നതാണ്, ഇപ്പോൾ ഏകദേശം 8 മണിയൊക്കെ കഴിഞ്ഞ്. ഇത്ര നേരം നിന്നിട്ടും ഈ ഒരു മീനിനെയാണ് കിട്ടിയതെന്ന്. അപ്പോൾ നോക്കുമ്പോൾ നല്ല ഒരു വലുപ്പമുള്ള നല്ല വലിയൊരു മീനായിരുന്നു കേട്ടോ. അത് നല്ല കരിമീനാണ്, നല്ല വലുപ്പമുണ്ട്. ഞങ്ങളങ്ങനെ അത് കാണുക, പിടിക്കുന്നതും പിടിച്ച് അതിൻ്റെ കുളത്തൊക്കെ മാറ്റുന്നതൊക്കെ നോക്കി നിൽക്കുക കേട്ടോ. ഇവിടെ ഈ ഒരു കായലിൽ നിറയെ കരിമീനും പല ടൈപ്പ് മീനുകളല്ലേ ഉള്ളത്. നല്ല രസമല്ലേ ഈ ഒരു ആലപ്പുഴയിലെ മീനുകൾ കഴിക്കാൻ വേണ്ടി. നമ്മൾ ഈ കടലിലെ മീൻ കഴിച്ചിട്ട് ശീലമുള്ളതുകൊണ്ട് കായൽ മീനിനെ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് എന്തായാലും നല്ല ഇഷ്ടമായിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. അങ്ങനെ അത് അടുത്ത ചൂണ്ടയിട്ട് ഞങ്ങൾ എന്നിട്ട് വെയിറ്റ് ചെയ്യുക, വല്ല മീനെങ്ങാനും കിട്ടുവാണെങ്കിൽ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അച്ഛനും മോളും കൂടെ ആ പിടിച്ച കരിമീനിനെ പരിശോധിക്കുക കേട്ടോ. ഒരു വലിയൊരു കവറിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്.
അപ്പം ഞങ്ങൾ വിചാരിച്ചു അവർ എന്തെങ്കിലും വഴക്ക് പറയുമെന്ന്. കാരണം ഒച്ചയും ബഹളം ഉണ്ടെങ്കിൽ മീൻ പോവുമല്ലോ. അവരൊന്നും പറഞ്ഞില്ല കേട്ടോ, കുഴപ്പമില്ല അവിടെ നിന്നോളം പറഞ്ഞു. അപ്പോൾ അവർ ഈ മൈദ മഞ്ഞപ്പൊടിയും കൂട്ടി കുഴച്ച ഒരു സാധനമാണ് ആ കുളത്തിലിടുന്നത്. അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതാണ് ഈ കരിമീനൊക്കെ കിട്ടാനുള്ളത്. അപ്പം ഇത് ജീവനുണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങൾ മൂടി വെച്ച് കൊടുക്കാറില്ല, അത് ചാടി ഇളകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന്തിക ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും കൂടെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മീനിനെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അത് മീൻ ചാടാൻ തുടങ്ങി കേട്ടോ ചാക്കുന്ന്. ഞാൻ പിന്നെ അത് മടക്കി അവിടെ വെച്ച് കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. അപ്പോഴാണ് സൈഡിലായിട്ട് പായലിൻ്റെ മുകളിലൊരു പൂവൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അത് പറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ഛനോട് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും അതിന് കാത്തു നിൽക്കുകയാണ് അത് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു പൂവ്. അപ്പം അച്ഛൻ്റെ ഇടയിൽ അപ്പം അതൊക്കെ നോക്കി അതൊക്കെ രണ്ടുപേർക്കും പറിച്ചു കൊടുക്കുകയാണ്. പറിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് നേരെ തണ്ണീർമുക്കം മാർക്കറ്റിലേക്കാണ് പോയത്. അവിടെ അടുത്ത് തന്നെയാണ് തണ്ണീർമുക്കം മാർക്കറ്റ് ഉള്ളത്. അവിടെ ചെന്നപ്പോൾ നിറയെ കുറേ മീനുകളുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഒരു അക്വേറിയത്തിൽ ബ്രാലുണ്ടായിരുന്നു കേട്ടോ, വരാലാണെന്ന് തോന്നുന്നു, വരാൽ. അങ്ങനെ അവിടെ മാർക്കറ്റിലേക്ക് പോയപ്പം എത്ര മീനറിയാം, എത്ര വെറൈറ്റി മീനുകളായിരുന്നു ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോന്നും ഞങ്ങൾ ഇങ്ങനെ പോയി നോക്കുകയാണ്. അപ്പം മക്കൾ ഇത്രയും വലിയ മീനുകളൊക്കെ ഇങ്ങനെ കാണാനില്ല. പോകും നമ്മൾ മാർക്കറ്റിലൊന്നും ഇവരങ്ങനെ കൊണ്ടുപോകാറില്ലല്ലോ. അപ്പോൾ നോക്കുമ്പോൾ പല ടൈപ്പ് മീനുകളാണ്. ചെമ്മീനൊക്കെ എന്ത് വലുതാ അറിയോ, ലോബ്സ്റ്ററൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെമ്മീനൊക്കെ നല്ല വലിയ ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടിട്ട് അതിൻ്റെ സൈഡിലായിട്ടൊരു സ്ഥലമുണ്ട്. അവിടെയൊക്കെ പോയിട്ട് ഇതേപോലെ കുറച്ച് നേരം നോക്കി കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കായ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ ഒരു ബോട്ട് ജെട്ടി ഉണ്ട്. അവിടെ നിന്നപ്പോഴാണ് ഞങ്ങളൊരു ഹൗസ് ബോട്ട് കണ്ടത്. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. ഇത് ദൂരെ കാണുന്നില്ലേ, അതാണ് പാതിരാമണൽ ദ്വീപ്. അവിടെ ബേർഡ് സാഞ്ചുറി ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല. ഞങ്ങൾ ഈ ഒരു ഹൗസ് ബോട്ടിനെ കണ്ട് നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഹൗസ് ബോട്ടിൽ പോകണമെന്ന്. ഞങ്ങൾ അവിടെ നിന്നപ്പോൾ അത് നേരെ ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട്. അതൊരു ബോട്ട് ജെട്ടിയാണ്. അപ്പോൾ അവിടെ കൊണ്ട് നിർത്തിയിടാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. ഞങ്ങൾ അതിൻ്റെ ആ ഒരു വലുപ്പവും ഭംഗിയൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് നേരെ നമ്മളെ അടുത്തേക്കാണ് വരുന്നത്. ഇവിടെ ഹൗസ് ബോട്ടുകൾ കുറേ ഇങ്ങനെ കാണാം കേട്ടോ കായലിൽ. അപ്പോൾ അതേ കണ്ടില്ല, അവർ നമ്മളെ അടുത്തേക്കാണ്. ഇവിടെ ഗസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു അതിൽ, അതുകൊണ്ടാണ് അവർ അതിൽ കയറാനൊന്നും സമ്മതിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് അവിടെ നോക്കി നിന്നുള്ളൂ. അങ്ങനെ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു അത്ഭുത കാഴ്ചയല്ലേ, ഇങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ കാണുന്നത്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അത് നോക്കി നിൽക്കുകയാണ്. ആലപ്പുഴയിൽ മെയിനായിട്ട് ടൂറിസ്റ്റുകൾ വരുന്ന ഈ ഹൗസ് ബോട്ടിൽ നിൽക്കാനും കായലിലൊക്കെ കറങ്ങിയിട്ട് വരാനും അതേപോലെ നല്ല കരിമീൻ പൊള്ളിച്ചതും നാടൻ മീനിൻ്റെ വിഭവങ്ങളൊക്കെ കഴിക്കാനൊക്കെ വേണ്ടിയിട്ടല്ലേ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ നോക്കി നിൽക്കരുത്. അയാൻ കണ്ടില്ല, അത് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവരവിടെ നിർത്തിയിട്ട് സൈഡിലായിട്ട് കെട്ടിയിട്ടിട്ടുണ്ട്. ആലപ്പുഴ വിശേഷങ്ങൾ ഇനിയും ഉണ്ട് കേട്ടോ കുറേ. അപ്പം ഞാൻ ഇതൊക്കെ വഴിയെ കുറച്ചായിട്ട് ഇടുകയാണ്. സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ ലേറ്റ് ആവുന്നത്. അങ്ങനെ അവരവിടെ കെട്ടിയിട്ടു. ഇനി അടുത്തതായിട്ട് സൈഡിലൂടെ നോക്ക്, അവിടെ ഒരു വെള്ളം വരുന്നുണ്ട്. വെള്ളത്തിൽ തോണി വരുന്നുണ്ട്. തോണിയിൽ നിറയെ കക്ക നിറച്ചിട്ടാണ് അവർ വരുന്നത്. അവിടെ കക്ക വാരിയിട്ട് വരികയാണ്. അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കണം കേട്ടോ. ഒന്ന് പോയിട്ട് ഐ ബട്ടണിലും കൊടുക്കാം, അതേപോലെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കാം കേട്ടോ. യൂട്യൂബിൽ നിന്നാണ് കാണുന്നെങ്കിൽ. ഫേസ്ബുക്കിലാണെങ്കിൽ ഞാൻ കമൻറ്റിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഈ കക്ക വാരിയിട്ട് അവർ ബാക്കി എന്താ ചെയ്യുന്നതെന്ന് ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യണം, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.